മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ശുഭവാർത്ത ഒടുവിൽ റിയാദിൽ നിന്നും എത്തിക്കഴിഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി ഔദ്യോഗിക വിവരം പുറത്തുവന്നു. അബ്ദുൾ റഹീം സഹായ സമിതിയാണ് ഈ നിർണായക വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 21 വർഷമായി സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി അബ്ദുറഹീം സഹായ സമിതിയാണ് അറിയിച്ചത്. അതോടൊപ്പം റഹീമിന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ആവശ്യമായ എക്സിറ്റ് വിസ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി എമിഗ്രേഷൻ ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടെ ഏത് സമയത്തും അബ്ദുറഹീമിന് ജയിൽ മോചിതനായി ജന്മനാട്ടിലേക്ക് തിരിക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2006 ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുറഹീം സൗദി അറേബ്യയിലെത്തുന്നത്. റഹീം പരിചരിച്ചിരുന്ന കഴുത്തിന് താഴെ തളർന്ന സൗദി ബാലൻ അനസ് കാറിലെ യാത്രക്കിടെ അബദ്ധത്തിൽ മരണപ്പെട്ടതോടെയാണ് റഹീമിന്റെ ജീവിതം ജയിലറക്കുള്ളിലാവുന്നത്. റഹീമിന് റിയാദിലെ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 34 കോടി രൂപ ദിയാധനം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് മരിച്ച ബാലന്റെ കുടുംബം സമ്മതിക്കുകയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തുചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ദിവസങ്ങൾ കൊണ്ട് ഈ തുക സമാഹരിച്ച് ഇന്ത്യൻ എംബസി വഴി തുക സൗദി കോടതിയിൽ കൈമാറിയതിനെ തുടർന്ന് കോടതി വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇത്തരം കേസുകൾക്ക് പബ്ലിക് കേസുള്ളതാണ് മോചനം ഇത്രയും വൈകാൻ കാരണം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഹീം നാട്ടിലേക്ക് തിരിക്കുന്നതിന്റെ കൃത്യമായ തീയതി ലഭ്യമാക്കുമെന്നാണ് റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia, ഇപ്പോൾ മക്കയിലും.